സ്നേഹായ ദാനായ ച രക്ഷണായ. പാപികൾക്കായി തുറന്നിട്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ആത്മാക്കളെ നേടുവാനുള്ള ദാഹം ധന്യൻ കദളിക്കാട്ടിൽ മത്തായിച്ചനിൽ മിഴിവാർന്നു നിന്നിരുന്നു. തൻ്റെ ഓരോ കാലടിപ്പാടും ഓരോ പ്രവൃത്തിയും തൻ്റെ ഹൃദയത്തുടുപ്പുകൾ പോലും തിരുഹൃദയത്തിൽ സമർപ്പിച്ച കഠിന പാപികളെ ഈശോയ്ക്കായി നേടുവാൻ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ പ്രധാന തെളിവാണ് പരസ്യ പാപിനിയായ സ്ത്രീ തൻ്റെ പാപപങ്കിലമായ ജീവിതം ഉപേക്ഷിച്ച് തിരുഹൃദയത്തിൽ അഭയം കണ്ടെത്തിയത്. ഇനിയും നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നീ നശിക്കുമെന്ന് തൻ്റെ ജീവരക്തം കൊണ്ട് എഴുതിയ വാക്കുകൾക്ക് ആ കഠിന ഹൃദയത്തെ അലിയിക്കുവാനുള്ള ശക്തിയുണ്ടായിരുന്നു. അതെ, ഏത് കഠിന പാപികളെയും മാനസാന്തരപ്പെടുത്താനുള്ള വരം വൈദികർക്ക് ഞാൻ നൽകുമെന്ന ഈശോയുടെ തിരുഹൃദയ വാഗ്ദാനം അച്ഛന് സിദ്ധിച്ചിരുന്നു. അതിനാൽ തന്നെ അനുനിമിഷം തിരുഹൃദയത്തിലേക്ക് ആത്മാക്കളെ നേടാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. ഹൃദയവാതിലിൽ മുട്ടുന്ന നാഥൻ്റെ സ്വരം ശ്രവിക്കാനും അവിടുത്തെ തിരുഹൃദയത്തിൽ സംഗീതം കണ്ടെത്തുവാനും അദ്ദേഹം മറ്റുള്ളവരെ പ്രാപ്തരാക്കി. ഇപ്രകാരം നമ്മുടെ അനുദിന ജീവിതത്തിലും ഈശോയുടെ കരുണാർദ്ര സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അത് പങ്കുവയ്ക്കുവാൻ അനേകായിരങ്ങളെ തിരുഹൃദയത്തിലേക്ക് നയിക്കാൻ നമുക്കും പരിശ്രമിക്കാം.